ഫെബ്രുവരി 17, ബാംഗ്ലൂർ ആശ്രമം, ജ്ഞാനദളം 242. ആ ചെറു നൊമ്പരം അനുഭവിക്കൂ. ഒരു ഭക്തൻ ഗുരുദേവനോട് പറയുന്നു, ഞാൻ തെറ്റ് ചെയ്തുവെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ. ഗുരുദേവ്: എന്തിനാണ് നിങ്ങളോട് ക്ഷമിക്കുന്നത്? നിങ്ങൾ ചെറു നൊമ്പരം അനുഭവിക്കുന്നത് കൊണ്ടും അതിൽ നിന്ന് മോചനം കിട്ടുന്നതിനു വേണ്ടിയും കൂടിയാണ് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നത്. ഇത് ശരിയല്ലേ? ആ നൊമ്പരം അവിടെ ഇരിക്കട്ടെ. അത് തെറ്റ് ആവർത്തിക്കുന്നതിനെ തടയുകയും മാപ്പ് ലഭിച്ചാൽ നൊമ്പരം അപ്രത്യക്ഷമാകുകയും നിങ്ങൾ വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ചോദ്യം: എങ്ങനെയാണ് തെറ്റ് തെറ്റാണ് എന്നറിയുക? ഗുരുദേവ്: തെറ്റ് നിങ്ങൾക്ക് ഒരു ചെറു നൊമ്പരം തരും. നൊമ്പരം തന്നിട്ടില്ലെങ്കിൽ അത് തെറ്റല്ല. ആ നൊമ്പരമാണ് ചേതനയെ അസ്വസ്ഥമാക്കുന്നത്. അത് തെറ്റ് ആവർത്തിക്കുന്നത് തടയുകയും ചെയ്യുന്നു. ആ നൊമ്പരത്തോടൊപ്പം ഇരിക്കൂ, കുറ്റബോധത്തിന്റെ ഒപ്പമല്ല. ഇത് വളരെ ലോലമായ സന്തുലനമാണ്. ചോദ്യം: കുറ്റബോധവും ചെറു നൊമ്പരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗുരുദേവ്: കുറ്റബോധം ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ കുറിച്ചുള്ളതാണ്. ചെറു നൊമ്പരമാകട്ടെ ഏതെങ്കിലും ഒരു ഫലത്തോടോ സംഭവത്തോടോ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്ക് കുറ്റബോധം തോന്നാം. എന്നാൽ നിങ്ങളിലൂടെയോ വേറെ ആരെങ്കിലും വഴിയോ സംഭവിക്കുന്നതിൽ നിങ്ങൾക്ക് നൊമ്പരം അനുഭവപ്പെടാം. ചോദ്യം: എങ്ങനെയാണ് കുറ്റബോധത്തെ മറികടക്കുക? ഗുരുദേവ്: ജ്ഞാനത്തിലൂടെ കുറ്റബോധത്തെ മറികടക്കാം. മനസ്സിന്റെ സ്വഭാവത്തെക്കുറിച്ചും ചേതനയുടെ സ്വഭാവത്തെക്കുറിച്ചും അറിയുന്നത് വഴിയും ഈ പ്രതിഭാസത്തെപ്പറ്റി വിശാലമായ വീക്ഷണം ഉണ്ടാവുന്നതിലൂടെയും നിങ്ങൾക്ക് കുറ്റബോധത്തെ മറികടക്കാം. ചോദ്യം: നൊമ്പരമില്ലാതെ നമുക്ക് തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ കഴിയുമോ? ഗുരുദേവ്: പഠിക്കുന്നത് ബുദ്ധിയുടെ തലത്തിലാണ്. നൊമ്പരം അനുഭവപ്പെടുന്നത് വൈകാരിക തലത്തിലാണ്. വികാരങ്ങളുടെ തള്ളിച്ച ബുദ്ധിയേക്കാൾ ശക്തമാണ്. അതുകൊണ്ട് നൊമ്പരം തെറ്റുകൾ ആവർത്തിക്കുന്നത് തടയുന്നു. ചോദ്യം: അതുകൊണ്ട് നമ്മൾ ബുദ്ധിയെ ഉപേക്ഷിക്കണം? ഗുരുദേവ്: വികാരങ്ങൾ മാത്രം നിങ്ങളെ സ്വാധീനിച്ചാൽ ശരിയാവുകയില്ല. ബുദ്ധിയാണ് വികാരങ്ങൾക്ക് തടയിടുന്നത്. നൊമ്പരം അനുഭവിക്കൂ. സംഭവിച്ചത് നിങ്ങളുടെ കഴിവിനുമപ്പുറമുള്ളതാണ് എന്ന ബോധം ഈ നൊമ്പരം സൃഷ്ടിക്കും. ഈ അവബോധം നിങ്ങളെ സമർപ്പണത്തിലേക്ക് എത്തിക്കും. സമർപ്പണം നിങ്ങളെ കുറ്റബോധത്തിൽ നിന്ന് മുക്തരാക്കും. അതുകൊണ്ട് വളർച്ചയുടെ പടവുകൾ നൊമ്പരത്തിൽ നിന്ന് അവബോധത്തിലേക്കും സമർപ്പണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുമാണ്. ജയ് ഗുരുദേവ്.